نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم من همزه ونفخه ونفثه وإذا مس الإنسان ضر دعا ربه منيبا إليه ثم إذا خوله نعمة منه نسي ما كان يدعو إليه من قبل وجعل لله أندادا ليضل عن سبيله قل تمتع بكفرك قليلا إنك من أصحاب النار. സഹോദരന്മാരെ, സൂറത്തു സുമറിൽ നിന്നുള്ള 8-ാമത്തെ വചനമാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഇദാ മസ്സൽ ഇൻസാന ദുർറുൻ, മനുഷ്യന് വല്ല ബുദ്ധിമുട്ടും ബാധിച്ചാൽ ദഅ റബ്ബഹു മുനീബൻ ഇലൈഹി, അല്ലാഹുവിലേക്ക് മടങ്ങുന്നവനായ നിലയിൽ അവൻ തന്റെ റബ്ബിനോട് ദുആ ചെയ്യുകയായി. സുമ്മ ഇദാ ഖവ്വലഹു നിഅമതൻ മിൻഹു, പിന്നീട് അല്ലാഹു അവന്റെ അടുക്കൽ നിന്നുള്ള ഒരു നിഅമത്ത്, അനുഗ്രഹം ഇവന് നൽകിയാൽ നസിയ മാ കാന യദ്ഉ ഇലൈഹി മിൻ ഖബൽ, മുമ്പ് അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്തിരുന്ന കാര്യം അവൻ മറക്കും. അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്തിരുന്നു. ബുദ്ധിമുട്ട് ബാധിച്ച സമയത്ത് അല്ലാഹുവിനോട് ചോദിച്ചിരുന്നു. മറ്റുള്ള പങ്കാളികളെയും ഔലിയാക്കളെയും ഉപേക്ഷിച്ചിരുന്നു. പക്ഷെ അതവൻ അങ്ങോട്ട് മറക്കും, അവന് നിഅമത്ത് കിട്ടിക്കഴിഞ്ഞാൽ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹു, പ്രതിസന്ധി നീങ്ങിയാൽ അവര് നിശ്ചയിക്കുന്ന പങ്കാളികൾ, ഇതായിരുന്നു അവരുടെ നില. ഇതാണ് മനുഷ്യന്റെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവം. ലിയുളില്ല അൻ സബീലില്ലാഹ് വജഅല ലില്ലാഹി അൻദാദൻ ലിയുളില്ല അൻ സബീലിഹി, അല്ലാഹുവിന് അവർ സമന്മാരെ നിശ്ചയിക്കുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിഴപ്പിക്കാൻ വേണ്ടി. ഖുൽ, എന്നാൽ പറഞ്ഞേക്കുക, അങ്ങനെയുള്ള മനുഷ്യനോട് പറഞ്ഞേക്കുക, തമത്തഅ ബികുഫ്രിക ഖലീലൻ, നീ നിന്റെ ഈ അവിശ്വാസം, ഈ നന്ദികേട്, ഈ അവിശ്വാസം, അത് അല്പകാലത്തേക്ക്
ദുനിയാവിലുള്ള ചെറിയ ഒരു കാലഘട്ടത്തിൽ നീ അത് ആസ്വദിച്ചോ. ഇന്നക മിൻ അസ്ഹാബിന്നാർ, പക്ഷെ നീ നരകത്തിന്റെ ആളുകളിൽപ്പെട്ടവനാണ്. ഇവിടെ ഈ ദുനിയാവിൽ കിട്ടുന്നതേ ഉള്ളൂ, കഴിഞ്ഞു, പിന്നെ നിന്നെ കാത്തിരിക്കുന്നത് നരകമാണ് എന്ന് പറഞ്ഞേക്കാൻ. ഈ ആശയം ഖുർആനിൽ ഒരിടത്തല്ല, പല സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ ഭാഷകളിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. മനുഷ്യന്റെ ഈ നന്ദികേട് അള്ളാഹു തുറന്നു കാണിച്ചിട്ടുണ്ട്. ആപ്പൽ ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനോട് മാത്രമായി ദുആ ചെയ്യും. അവരുടെ ദുആ സ്വീകരിച്ച് അള്ളാഹു ആപത്ത് നീക്കിക്കൊടുത്താൽ ഫഇദാഹും മുശ്രികൂൻ, പിന്നെ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ള നിലപാടിലേക്ക് തന്നെ തിരിച്ചു പോകും. ഈ കാര്യം മനുഷ്യന്റെ ഒരു ചാപല്യമായിട്ട്, ഒരു ദൗർബല്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. അതിലുള്ള വാക്കുകൾ മസ്സ, യമുസ്സു, സ്പർശിച്ചു, അൽ ഇൻസാന, മനുഷ്യന്, അത് മഫ്ഊൽ ബിഹിയാണ്, മൻസൂബ് ബിൽ ഫതഹത്തുൽ ലാഹിറ. എന്താണ് ബാധിക്കുന്നത്? ളുർറുൻ, ഒരു ആപത്ത്, ഒരു വിഷമം, ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ ദഅ റബ്ബഹു, തന്റെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കും. ബുദ്ധിമുട്ടിന്റെ, ആപത്തിന്റെ ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പൊ മുനീബൻ ഇലൈ, മറ്റുള്ളവരെയൊക്കെ വിട്ടിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങും. ഇതുവരെ പല പങ്കാളികളും പല ഔലിയാക്കളും അവർക്കുണ്ടായിരുന്നു. അവർക്ക് ചില ശുഫാക്കൾ, ശുപാർശക്കാര് എന്ന് പറയുന്ന മധ്യവർത്തികൾ എന്നവർ പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ വിടും, അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യും. പിന്നീട് മനുഷ്യന് അള്ളാഹു നൽകിയാൽ, ഖവ്വല യുഖവ്വിലു, ഒരു കാര്യം ചാർത്തി കൊടുക്കുക. ചിലപ്പോ ചില അധികാരങ്ങൾ ചാർത്തി കൊടുക്കും, അതിന് ഖവ്വല പറയും, എൻട്രസ്റ്റ് ചെയ്യാന്നുള്ള അർത്ഥത്തിൽ. ചിലപ്പോ ചില അനുഗ്രഹങ്ങൾ എത്തിച്ചു കൊടുക്കും, അതിന് ഖവ്വല പറയും. ഖവ്വലഹു, അവന് ചാർത്തി കൊടുത്തിട്ടുണ്ട്. നിഅമതൻ മിൻഹു, അല്ലാഹുവിങ്കൽ നിന്നുള്ള നിഅമത്ത്. ഖവ്വലിന്റെ ഫാഇല് ളമീറുൻ മുസ്തതിർ തഖ്ദീറുഹു ഹുവ യഊദു ഇലാ ഇസ്മിൽ ജലാല, ഇലാ കലിമത്തിൽ ജലാല. അല്ലാഹ് എന്നുള്ള വാക്കിലേക്കാണ്, റബ്ബ് എന്നിവിടെ പറഞ്ഞു, ആ റബ്ബിലേക്കാണ് മടങ്ങുന്നത്. റബ്ബ് അവന് ചേർത്ത് കൊടുത്താൽ ഒരു നിഅമത്ത്, അവന്റെ അടുക്കൽ നിന്നുള്ള ഒരു നിഅമത്ത് അവന് ചാർത്തി കൊടുത്താൽ, നസിയ മാ കാന യദ്ഉ ഇലൈഹി മിൻ ഖബൽ, നസിയ, അവൻ മറന്നു, ആ മനുഷ്യൻ മറന്നു. മാ കാന യദ്ഉ ഇലൈഹി, അവൻ ദുആ ചെയ്തിരുന്നത്, മിൻ ഖബൽ, ഇതിനു മുമ്പ് ഏതൊരു ദുആ, ഏതൊരു കാര്യമാണ് അവൻ ചോദിച്ചത്, എങ്ങനെയാണ് ചോദിച്ചത്, ആരോടാണ് ചോദിച്ചത്, അതൊക്കെ അവനങ്ങ് മറക്കും. എന്നിട്ട് വജഅല ലില്ലാഹി അൻദാദൻ, അള്ളാഹുവിന് സമന്മാരെ, നിദ് ജംഉഹു അൻദാദ്. ലിയുളില്ല അൻ സബീലിഹി, അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാൻ, അവന്റെ പടപ്പുകളെ തെറ്റിക്കാൻ വേണ്ടിയാണത്. അത്തരക്കാർക്ക് കൊടുക്കുന്ന താക്കീത് തമത്തഅ ബികുഫ്രിക ഖലീലൻ, അവരോട് പറയാണ്, നിന്റെ കുഫ്ർ കൊണ്ട് നീ ആസ്വദിച്ചോ, ആ കുഫർ ആസ്വദിച്ചോ, ഈ നന്ദികേടും ഈ അവിശ്വാസവും നീ ആസ്വദിക്കുക, ഖലീലൻ, കുറച്ചു മാത്രം. പിന്നെ ഇന്നക മിൻ അസ്ഹാബിന്നാർ, നീ നരകാവകാശികളിൽപ്പെട്ടവനായിരിക്കും. ഇതിന്റെ തഫ്സീർ നോക്കാം. യുഖ്ബിറു തആല, അല്ലാഹു അറിയിക്കുന്നത്, ഈ ആയത്തിൽ അറിയിക്കുന്നത്, അൻ കറമിഹി ബിഅബ്ദിഹി, തന്റെ അടിയാന്, തന്റെ അടിമക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഔദാര്യത്തെ കുറിച്ചാണ്. കറമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔദാര്യം. ആർക്ക് ചെയ്തു കൊടുത്ത? ബിഅബ്ദിഹി,
അള്ളാഹുവിന്റെ സൃഷ്ടികളായ അടിയാറുകളായ ആളുകൾക്ക് വഇഹ്സാനിഹി വബിർരിഹി അള്ളാഹു ചെയ്തു കൊടുത്തിട്ടുള്ള നന്മകൾ, അള്ളാഹു ചെയ്തു കൊടുത്തിട്ടുള്ള ബിർറുകൾ. ഇഹ്സാന് നന്മ ചെയ്തു കൊടുത്തു, ബിർറ് അവരോട് ആ മനുഷ്യരോട്, ആ മനുഷ്യർക്ക് അള്ളാഹു ചെയ്തു കൊടുത്തിരിക്കുന്ന ഐശ്വര്യങ്ങൾ, നന്മകള്, അതിനെ കുറിച്ചാണ് അള്ളാഹു ആയത്തിൽ പറയുന്നത്. ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും അള്ളാഹു അവർക്ക് കൊടുക്കുന്നുവെങ്കിലും അതിന് അവരിങ്ങോട്ട് കാണിക്കുന്നത് വഖില്ലത ശുക്രി അബ്ദിഹി, തന്റെ അടിയാൻ, തന്റെ സൃഷ്ടിയായ അടിയാൻ എത്രയും കുറഞ്ഞ നന്ദിയെ കാണിക്കുന്നുള്ളൂ. ഖില്ല ശുക്ർ വളരെ കുറവാണ്, നന്ദി വളരെ കുറച്ചേ കാണിക്കുന്നുള്ളൂ. ആര്? അബ്ദിഹി, തന്റെ അടിയാൻ. ആ കാര്യമാണ് ഈ ആയത്തിൽ പിന്നെ അള്ളാഹു പറയുന്നത്. വഅന്നഹു, നിശ്ചയമായും മനുഷ്യൻ, ഹീന യമുസ്സുഹു, അവനെ ബാധിക്കുമ്പോൾ, മസ്സ യമുസ്സു, എന്താണ് മനുഷ്യനെ ബാധിക്കുന്നത്? അല്ലുറു, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ബാധിച്ചാൽ ആ ബുദ്ധിമുട്ട് എന്താവാം? മിന്നു വെച്ചിട്ട് ബയാൻ ചെയ്തു, ഇന്നതൊക്കെ ആകാം. മറദ് ഔ ഫഖർ ഔ വഖൂഉൻ ഫീ കുർബത്തി ബഹ്റിൻ ഔ ഗൈരിഹി, ചിലപ്പോൾ രോഗമാകാം, ചിലപ്പോൾ ദാരിദ്ര്യമാകാം, അല്ലെങ്കിൽ വലിയ ആപത്തിൽപ്പെടും. ബഹ്റിൻ ഔ ഗൈരിഹി, കടലില് വെച്ച് സംഭവിക്കുന്ന ആപത്തുകളാകാം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാകാം. വുഖൂഅ് സംഭവിക്കുക, അവൻ ചെന്ന് വീഴുക, അവൻ ചെന്ന് അകപ്പെടുക. എവിടെയാണ് അവൻ അകപ്പെടുന്നത്? ഫീ കുർബത്തി ബഹരിൻ, കടലിലുണ്ടാകുന്ന ഒരു വലിയ ആപത്തിൽ, ഒരു വിഷമസന്ധിയിൽ. ഔ ഗൈരിഹി, അല്ലെങ്കിൽ അതുപോലുള്ള വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ അവനായി കഴിഞ്ഞാൽ, അന്നഹു യഅലം, അപ്പ മനുഷ്യൻ അറിയാം, അറിയാത്തതല്ല പ്രശ്നം. അന്നഹു ലാ യുൻജീഹി, നിശ്ചയമായും കാര്യം, ലാ യുൻജീഹി, അവനെ രക്ഷിക്കുകയില്ല. അഞ്ചായുൻജി, നജാത്ത് നൽകുക, രക്ഷ നൽകില്ല. ഫി ഹാദിഹിൽ ഹാലി, ഈ അവസ്ഥയിൽ, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. അത് മനുഷ്യൻ അറിയാം. ഫയദ്ഉഹു, അപ്പോൾ അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്യും. മുതളർരിഅൻ, മുനീബൻ, തളർറോട് കൂടിയിട്ട്. തളർറ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും തകർച്ചയും കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനാണ്. ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയതൻ, സൂറത്തുൽ അഅറാഫിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുക തളർറുഓട് കൂടിയിട്ട്, അങ്ങേയറ്റത്തെ താഴ്മയോട് കൂടിയിട്ട്. ആ താഴ്മ അവന്റെ മനസ്സ്, തകർന്ന മനസ്സിൽ നിന്നുണ്ടാകുന്ന താഴ്മയാണ്. തകർന്ന മനസ്സോടെ, താഴ്മയോടെ ഒരാൾ ദുആ ചെയ്യുന്നതിനാണ് പറയാ. അങ്ങനെ അവന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് മുത്തളർരിഅൻ, അങ്ങേയറ്റത്തെ താഴ്മയോട് കൂടിയാണ്, തന്റെ തകർന്ന നുറുങ്ങിയ മനസ്സോട് കൂടിയാണ്. മുനീബൻ, അള്ളാഹുവിലേക്ക് മടങ്ങിയവനായിട്ടാണ്. ഇതുവരെ മറ്റു പങ്കാളികളിലേക്ക്, ശിപാർശക്കാരിലേക്ക്, ഇടയാളന്മാരിലേക്ക്, മധ്യവർത്തികളിലേക്ക്, ഔലിയാക്കന്മാരിലേക്ക് ഒക്കെ പോയിരുന്ന ആളുകളാണ്. പക്ഷേ ഈ ആപ്പൽ സന്ധി, ഈ വിഷമ വൃത്തത്തിൽ അവരകപ്പെടുമ്പോ അവരൊന്നും ഒരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല, അള്ളാഹ്ക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ എന്ന് കരുതിയിട്ട് അള്ളാഹുവിലേക്ക് അവർ മടങ്ങുന്നു. വയസ്തഗീസു ബിഹി, അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്യുന്നു, സഹായാർത്ഥന നടത്തുന്നു. ഫി കശ്ഫി മാ നസല ബിഹി, എന്തിനാണ് ഇസ്തിഗാസ നടത്തുന്നത്? ഫി കശ്ഫി, നീക്കം ചെയ്ത് കിട്ടാൻ. മാ നസല ബിഹി, തനിക്ക് വന്നുപെട്ടിട്ടുള്ളതായ കാര്യം, തനിക്ക് വന്നിറങ്ങിയ, തനിക്ക് വന്നുപെട്ടിട്ടുള്ള കാര്യം അത് കശ്ഫ് ചെയ്യണം, അത് നീക്കിത്തരണം, അതിനു വേണ്ടിയിട്ട്. വയുരഹു ഫീ ദാലിക്, ആ കാര്യത്തിൽ അവൻ പെർസിസ്റ്റ് ചെയ്തിട്ട് നിഷ്കർഷയോടെ അള്ളാഹിനോട് ചോദിക്കും. അത് ദുആയിൽ അങ്ങനെയാണ്.
ദുആയുടെ ആദാബുകളിൽ പെട്ടതാണ് ഒരു കാര്യം നമ്മൾ അള്ളാഹിനോട് ചോദിക്കുകയാണെങ്കിൽ നീ ഉദ്ദേശിച്ചുവെങ്കിൽ തരൂ റബ്ബേ എന്ന് ചോദിക്കരുത്. മറിച്ച് ഫൽയഅ്സിമിൽ മസ്അല, ചോദ്യം ഉറപ്പിക്കണം, എനിക്ക് നിർബന്ധമായും കിട്ടണമെന്ന്. മാത്രമല്ല അത് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഇൽഹാഹ് വേണം, നിഷ്കർഷയോടുകൂടി നിർബന്ധ ബുദ്ധിയോടുകൂടി അലട്ടി ചോദിക്കണം. ഇത് അള്ളാഹുവിനോട് തന്റെ അടിയാറുകൾ ദുആ ചെയ്യുമ്പോൾ പാലിച്ചിരിക്കേണ്ട ആദാബിൽപ്പെട്ടതാണ്. ആ അദബ് പോലും ഇവര് പാലിക്കുന്നു. അള്ളാഹിനോട് അലട്ടി ചോദിക്കുന്നു. അവർക്ക് വന്നിറങ്ങിയിട്ടുള്ള ഈ ആപത്ത് അത് നീക്കിക്കൊടുക്കാൻ വേണ്ടി സഹായാർത്ഥന ഇസ്തിഗാസ നടത്തുന്നു. ഔലിയാക്കന്മാരെയും ശിപാർശക്കാരെയും മധ്യവർത്തികളെയും വിട്ടിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്നു. അള്ളാഹുവിന്റെ മുന്നിൽ നുറുങ്ങിയ മനസ്സുമായി വിനയാന്യതരായിട്ട് അവർ നിൽക്കുന്നു ദുആ ചെയ്തുകൊണ്ട്. അങ്ങനെ ആ ഘട്ടത്തിൽ അങ്ങനെ തകർന്ന മനസ്സുമായി അവർ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് മറ്റുള്ളവരെ ഒഴിവാക്കി അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ സുമ്മ ഇദാ ഖവ്വലഹു, അവന് ചാർത്തിക്കൊടുത്താൽ, അള്ളാഹു അവന് ചാർത്തിക്കൊടുത്താൽ, ആരാണ് ചാർത്തി കൊടുക്കുന്നത്? അള്ളാഹു. ഖവ്വലന്റെ ഫാഇല് അതാണ്, അള്ളാഹ്. എന്താണ് ചാർത്തി കൊടുക്കുന്നത്? നിഅ്മ, ഒരു വലിയ അനുഗ്രഹം. മിൻഹു മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന്. അള്ളാഹു അവനിൽ നിന്നുള്ള വലിയൊരു അനുഗ്രഹം അവനങ്ങാട്ടും കൊടുത്താൽ, അതെങ്ങനെയാണ് അനുഗ്രഹം കൊടുക്കുന്നത്? അതിന്റെ പ്രായോഗിക രീതി എങ്ങനെയാണ്? ബി അൻ കശഫ മാ ബിഹി മിനൽ വൽ ഖുർബ, അള്ളാഹു ഇല്ലായ്മ ചെയ്തു കൊടുക്കുന്നു, നീക്കി കൊടുക്കുന്നു. മാ ബിഹി, അവന് വന്നുപെട്ടിട്ടുള്ള മിനൽ വൽ ഖുർബത്തി, ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ വിഷമസന്ധികളും അള്ളാഹു ഒഴിവാക്കി കൊടുക്കുന്നു. അവൻ ഏതൊരു ആപത്തിൽ നിന്നിട്ടാണോ അള്ളാഹിനോട് ചോദിക്കുന്നത്, ആ ആപത്ത് അള്ളാഹു കശ്ഫ് ചെയ്തു കൊടുക്കുന്നു, നീക്കം ചെയ്തു കൊടുക്കുന്നു. അവനെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാത്തരം ബുദ്ധിമുട്ടുകളും ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വിടുതൽ കൊടുക്കുന്നു. അങ്ങനെ വിടുതൽ കൊടുത്ത് അവന് അള്ളാഹ് നിഅമത്ത് ചെയ്തു കൊടുത്താൽ, നസിയ മാ കാന യദ്ഉ ഇലൈഹി മിൻ ഖബ്ൽ, ഐ നസിയ ദാലിക അൽദുർ, അവൻ മറന്നു, അവന് ബാധിച്ചിട്ടുള്ള ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് അവൻ മറന്നു. അല്ലദീ ദഅല്ലാഹ ലിഅജലി, അവൻ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്തത് ആ ബുദ്ധിമുട്ടിന്റെ പേരിലാണ്. ആ ബുദ്ധിമുട്ട് അത് തനിക്ക് വന്നുപെട്ടതും അള്ളാഹിനോട് ദുആ ചെയ്തതും അള്ളാഹ് ബർക്കത്ത് ചെയ്തു കൊടുത്തതും നിഅമത്ത് ചെയ്തു കൊടുത്തതും ഒക്കെ അവൻ അങ്ങോട്ട് മറക്കുകയായി. വമർറ കഅന്നഹു മാ അസ്വാബ ദുർറുൻ, പിന്നെ അവൻ അങ്ങ് മുന്നോട്ട് പോകും, അവൻ നടന്നു നീങ്ങും. കഅന്നഹു, ഏതുപോലെ? മാ അസ്വാബഹു ദുർറുൻ, അവന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടേ അല്ല. എനിക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലല്ലോ, ഞാനോ? അള്ളാഹിനോട് ചോദിക്കേ, അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ ആയിരിക്കും അവന്റെ നടത്തം. വസ്തമറ അലാ ശിർക്കിഹി, അവൻ അതിനു മുമ്പ് ചെയ്തു പോന്നിരുന്ന ശിർക്ക്, ആ ശിർക്കിൽ അവൻ തുടരുകയും ചെയ്യും. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. എന്നിട്ട് വജഅല ലില്ലാഹി അന്ദാദൻ, അവൻ അള്ളാഹുവിന്റെ നിദ്ദുകളെ നിശ്ചയിക്കും. വജഅല ലില്ലാഹി, അവൻ നിശ്ചയിക്കും അള്ളാഹുവിന് അന്ദാദൻ, സമന്മാരെ, നിദ്ദുകളെ. ലിയുളില്ല അൻ സബീലിഹി, അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടിയാണത്. ഐ ലിയളില്ല ബിനഫ്സിഹി വയുളില്ല ഗൈറഹു, അത് മുഖേന അവൻ സ്വന്തം നഫ്സുമായി വഴിതെറ്റിപ്പോകുന്നു, മറ്റുള്ളവരെ അവൻ പിഴപ്പിക്കുകയും ചെയ്യുന്നു. ഇതതിന്റെ സ്വഭാവമാണ്. അവനോ പിഴക്കുന്നു, അവൻ പിഴക്കുന്നു എന്ന് മാത്രമല്ല, ആ നന്ദികേടിലേക്ക്, വഴികേടിലേക്ക് അവൻ മറ്റുള്ളവരെ കൂടി ക്ഷണിക്കുന്നുണ്ട്. അതാണ് അവൻ ചെയ്യുന്നത്. ലിയളില്ല ബിനഫ്സിഹി വയുളില്ല ഗൈറഹു, വല്ലയളില്ലു, പിഴച്ചു പോക, ബിനഫ്സിഹി, സ്വന്തം കാര്യത്തിൽ അവന് പിഴവ് സംഭവിച്ച് വഴിതെറ്റിപ്പോകുന്നു. അതിനു പുറമെ വയുളില്ല ഗൈറഹു, മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുന്നു.
ലിഅന്നൽ ഇദ്ലാല ഫർഉൻ അനിൽ ളലാൽ ലിഅന്നൽ ഇദ്ലാല അങ്ങനെ അവിടെ തഫ്സീർ പറയാൻ കാരണം ലിയുളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് പിഴപ്പിക്കുക എന്നുള്ളതാണ് പറഞ്ഞതെങ്കിൽ സ്വാഭാവികമായും പിഴക്കുക എന്നുള്ളത് അതിന്റെ അർത്ഥത്തിൽ വരും. അതാണ് തഫ്സീർ. അത് തഫ്സീർ മനസ്സിലാക്കുന്നവര് ശ്രദ്ധിച്ചോളുക. ഖുർആൻ വ്യാഖ്യാനിക്കുന്നിടത്ത് അല്ലെങ്കിൽ അതുപോലുള്ള വചനങ്ങൾ വ്യാഖ്യാനിക്കുന്നിടത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ലിയുളില്ല പിഴപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ആ ഇദ്ലാൽ പിഴപ്പിക്കുക എന്നത് ഫർഉൻ മിൻ അനിൽ ളലാൽ സ്വയം പിഴച്ചു പോകുന്നതിൽ നിന്ന്, സ്വയം പിഴച്ചു പോകുക എന്നതിന്റെ ഒരു ശാഖ മാത്രമാണ്. ഒരാൾ പഴിച്ചാൽ ആ പഴിച്ചവനാണ് ബാക്കിയുള്ളവരെ പഴിപ്പിക്കുക. അപ്പൊ പിഴക്കുക എന്നുള്ളതാണ് അസുല്, അതിന്റെ ശാഖയാണ്, അതിന്റെ ഫറഅ് മാത്രമാണ് പിഴപ്പിക്കൽ. ഇവിടെ ലിയുളില്ല അൻ സബീലിഹി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കാൻ എന്ന് പറഞ്ഞാൽ വഴിതെറ്റിക്കുന്ന ആള് അവൻ സ്വയം പഴിച്ചിട്ടുണ്ടാകും. കാരണം ഇദ്ലാല് ഫർഉൻ അനിൽ ളലാൽ വഴി പിഴക്കുക എന്നതിന്റെ ഒരു ശാഖയാണ് പിഴപ്പിക്കുക എന്നുള്ളത്. അപ്പൊ രണ്ടും അവിടെ തഫ്സീറിൽ പറഞ്ഞു. അവൻ സ്വയം പിഴച്ചു പോകുന്നു, യളില്ലു ബിനഫ്സിഹി സ്വയം അവൻ പിഴച്ചു പോകുന്നു, വയുളില്ലു ഗൈറഹു മറ്റുള്ളവരെ അവൻ പിഴപ്പിക്കുകയും ചെയ്യുന്നു. ഫഅത ബിൽ മൽസൂം ഫഉതിയ ബിൽ മൽസൂം ലിയദുല്ല അലൽ ലാസിം. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇവിടെ ഫഉതിയ ബിൽ മൽസൂം, മൽസൂം കൊണ്ടുവരപ്പെട്ടു. ലിയദുല്ല അലൽ ലാസിം, ലാസിമിനെ സൂചിപ്പിക്കാൻ വേണ്ടി. അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടത് ലാസിമായ കാര്യം ഇവിടെ വലാലാണ്. അവൻ പഴിച്ചെങ്കിലേ അവൻ വേറുള്ളവരെ പഴിപ്പിക്കൊള്ളൂ. അതുകൊണ്ട് പിഴപ്പിക്കാൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അനിവാര്യമായും അവിടെ ഉണ്ടായിരിക്കേണ്ട, ലാസിമായി ഉണ്ടാകേണ്ട കാര്യം അതെന്താണ്? ലലാലാണ്. ആ ലലാലിനെ സൂചിപ്പിക്കാൻ ലലാലിന്റെ കാര്യം പറയാതെ ബിൽ മൽസൂം അതുണ്ടായാൽ, ആ ലലാലത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അത് അനിവാര്യമായും ഉണ്ടാക്കി തീർക്കുന്ന മറ്റേ കാര്യം മൽസൂം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അനിവാര്യമായും ഉണ്ടായിത്തീരുന്ന കാര്യമാണ്. ലാസിം അനിവാര്യമായ കാര്യം, മൽസൂം ആ അനിവാര്യമായ കാര്യം ഉണ്ടാക്കി തീർക്കുന്ന അനന്തരഫലമാണ് മൽസൂം. അപ്പോൾ ഇവിടെ മൽസൂമിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ ആ മൽസൂം ഏതിനെ സൂചിപ്പിക്കുന്നുണ്ട്? ലാസിമിനെ സൂചിപ്പിക്കുന്നുണ്ട്. ലാസിം ഏതാണ്? അവൻ സ്വയം വഴികേടിലാകുന്നവരായിരിക്കണം. ലലാൽ അല്ലലാലു ബിനഫ്സിഹി അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷെ അത് സൂചിപ്പിക്കാൻ അതവിടെ പറയുന്നില്ല. പകരം അതിന്റെ മൽസൂമാണ്. വഴിതെറ്റിയവൻ പിഴപ്പിക്കുമെന്നത് അതിന്റെ മൽസൂമാണ്, അതിന്റെ അനന്തരഫലമാണ്. അനന്തരഫലമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുൽ ലിഹാദൽ ആതി, ഇങ്ങനെയുള്ള ഉതുവ് കാണിക്കുന്ന, ധിക്കാരം കാണിക്കുന്നവനോട് നബിയെ താങ്കൾ പറഞ്ഞേക്കണം. ഉതുവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റത്തെ ധിക്കാരം കാണിക്കുന്നതിനാണ് പറയാ. ഉതുവൻ കബീറ, വലിയ ധിക്കാരാണ് അവർ കാണിച്ചത്. ലിഹാദൽ ആതി, ഈ ധിക്കാരിയായ മനുഷ്യനോട് പറഞ്ഞേക്കുക. അല്ലദീ ബദ്ദല നിഅമത്തല്ലാഹി കുഫ്ര, അവൻ എന്താ ചെയ്തത്? അള്ളാഹു അവന് ചെയ്തു കൊടുത്തിട്ടുള്ള നിഅമത്തിനെ അവൻ കുഫ്റാക്കി മാറ്റുക ചെയ്തത്. അള്ളാഹ് അവന് നിഅമത്ത് ചെയ്തു, ആ നിഅമത്തിന് നന്ദി ചെയ്യേണ്ടതിന് പകരം അതിനോട് നന്ദി കേട് കാണിക്കുകയാണ് ആ മനുഷ്യൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ളവരോട് പറഞ്ഞേക്കണം, തമത്തഅ ബി കുഫ്രിക ഖലീലൻ ഇന്നക മിന സ്വഹാബിന്നാർ, നിന്റെ ഈ കുഫർ നീ ആസ്വദിച്ചോ. ഖലീലൻ, കുറച്ച്, ഈ ദുനിയാവിൽ കുറഞ്ഞൊരു കാലയളവ് നിനക്ക് നിന്റെ ഈ സുഖവും സൗകര്യവും ഒക്കെ കിട്ടിയെന്ന് വരും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ നിന്റെ സഭയകേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് നരകമാണ്. തമത്തഅ ബി കുഫ്രിക ഖലീലൻ ഇന്നക മിന സ്വഹാബിന്നാർ, തീർച്ചയായും നീ നരകാവകാശികളിൽ പെട്ടവനാണ് എന്ന് പറഞ്ഞേക്കുക. ഫലാ യുഗ്നീക, അങ്ങനെ പരലോകത്ത് വരുമ്പോ നിനക്ക് യാതൊരു തരത്തിലും ഉപകാരം ചെയ്യില്ല. ലാ യുഗ്നീക അഗ്നാ യുഗ്നി, അവന് ഐശ്വര്യം ഉണ്ടാക്കി കൊടുക്കുക, നന്മ ഉണ്ടാക്കി കൊടുക്കുക, നിനക്കൊരു നന്മ ഉണ്ടാക്കി തരൂല. മാ തതമത്തഉ ബിഹി, ഇപ്പോൾ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നീ
ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആസ്വാദ്യകരമായ കാര്യങ്ങൾ നിനക്കൊരു ഉപകാരവും ചെയ്യാൻ പോണില്ല. ഇതാക്കാനൽ മആലു അന്നാർ, അവന്റെ അഭയകേന്ദ്രം നരകമായി തീരുകയാണെങ്കിൽ. അപ്പോ യാതൊരുവന്റെ അഭയകേന്ദ്രം നരകമായി തീരുന്നുവോ അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു ഉപകാരവും ചെയ്യൂല. അഫറഅയ്ത ഇൻ മത്തഅനാഹും സിനീൻ. പിന്നെ വേറെ ആയത്തോടെ ഉദ്ധരിച്ചു. അല്ലാമത്തു സഅദി റഹിമഹുല്ല ഒരായത്തോടെ ഉദ്ധരിച്ചു. അഫറഅയ്ത ഇൻ മത്തഅനാഹും സിനീൻ. നീ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? ഇൻ മത്തഅനാഹും, ഈ മനുഷ്യർക്ക് നാം സുഖസൗകര്യങ്ങൾ നൽകിയാൽ, ആസ്വാദനത്തിനുള്ള വഴികൾ ഒരുക്കി കൊടുത്താൽ, സിനീൻ കുറച്ചു വർഷങ്ങൾ, അതാണ് ദുനിയാവിൽ ഏതൊരുത്തരും കിട്ടുക. അങ്ങനെയുള്ളത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സുമ്മ ജാഅഹും, പിന്നീട് അവർക്ക് വരികയായി മാ കാനൂ യുഅദൂൻ, അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യം അഥവാ അന്ത്യനാൾ വന്നാൽ, മാ അഗ്ന അൻഹും മാ കാനൂ യുമത്തഊൻ, മാ അഗ്ന അൻഹും, അവർക്ക് ഒരു ഉപകാരവും ചെയ്യൂല. മാ കാനൂ യുമത്തഊൻ, ദുനിയാവിൽ അവർക്ക് നൽകപ്പെട്ട ഈ സുഖസൗകര്യങ്ങൾ അവർക്ക് ഒരു ഉപകാരവും ചെയ്യൂല. അത് മരണം തൊണ്ടക്കുഴിയിലെത്തി റൂഹ് പിടിക്കുമെന്ന് ഉറപ്പായാൽ മാത്രമേ മനുഷ്യൻ ബോധ്യാകുള്ളൂ. അതുവരെ മനുഷ്യൻ ഈ കാര്യം അറിയാത്തവനെ പോലെ പോവുക ചെയ്യുക. ഇവിടെ മൈമൂൻ ബിൻ മിഹ്റാൻ എന്ന് പറയുന്ന മഹാനായ താബിഈ വര്യന്റെ ഒരു ചരിത്രം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. അദ്ദേഹം ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ കാത്തിബു സിർ, അദ്ദേഹത്തിന്റെ സ്വകാര്യ സൂക്ഷിപ്പുകാരനായിട്ടുള്ള PA, പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു. ആര്? മൈമൂൻ ബിൻ മിഹ്റാൻ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല മഹാനായ ഖലീഫയാണ്. അമവി ഭരണാധികാരികളിൽപ്പെട്ടിട്ടുള്ള ഖലീഫയാണ്. ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ നിലനിർത്തിയിട്ടുള്ള, സുന്നത്തിനോട് വലിയ പ്രതിപത്തി പുലർത്തിയിട്ടുള്ള പണ്ഡിതനായ, എന്നാൽ പരിത്യാഗിയായി, സുഖലോലുപതകളിലേക്ക് പോകാതെ പരിത്യാഗിയായി ജീവിച്ച വ്യക്തിയാണ്. ഖിലാഫത്ത് കിട്ടി, അദ്ദേഹം ഗവർണറായിട്ടുണ്ട്, ഖലീഫ ആയിട്ടുണ്ട്, മുസ്ലിം ലോകത്തിന്റെ മൊത്തം ഭരണാധികാരിയായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ജീവിതത്തിൽ ഒരു പരിത്യാഗിയായി ജീവിച്ച ആളാണ്. ത്യാഗത്തിന്റെ വഴി തെരഞ്ഞെടുത്ത ആളാണ്. ആഡംബരങ്ങൾക്കൊന്നും നിന്നിട്ടില്ല മറ്റു രാജാക്കന്മാരെ പോലെ. അദ്ദേഹത്തിന്റെ PA ആണ് മൈമൂൻ ബിൻ മിഹ്റാൻ. കാത്തിബു സിറാണ്. ആ മൈമൂൻ ബിൻ മിഹ്റാൻ ഒരിക്കല് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ കൂടെ ഉംറ നിർവഹിക്കുകയാണ്. ഉംറ നിർവഹിക്കുന്ന സമയത്ത് കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യുന്നു. മത്താഫിലൂടെ അവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മത്താഫിൽ വെച്ചിട്ട് മഹാനായ താബിഈ വര്യൻ അൽ ഹസനുൽ ബസ്രിയെ കണ്ടുമുട്ടും. അപ്പൊ ഹസനുൽ ബസ്രിയെ കണ്ടുമുട്ടിയപ്പോ അക്കാലത്തുള്ള ആളുകൾ, ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ് അദ്ദേഹത്തിന്റെ കാത്തിബു സിറാണ്, ഖലീഫയുടെ ഏറ്റവും അടുത്ത ആളാണ് മൈമൂൻ ബിൻ മിഹ്റാൻ. ഖലീഫന്റെ കൂടെ അവിടെ ഖലീഫുണ്ട്. ആ ഖലീഫന്റെ കൂടെയാണ് മൈമൂൻ ബിൻ മിഹ്റാൻ ഉംറക്ക് വന്നിട്ട് കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മത്താഫിൽ വെച്ച് ഹസനുൽ ബസ്രിയെ കണ്ടുകിട്ടിയപ്പോ വലിയ സന്തോഷായി. ആ സന്തോഷം അവര് അങ്ങനത്തെ ഒരു സന്ദർഭം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് ഒരു വലിയ മാതൃകയാണ്. മത്താഫിൽ വെച്ച് പറഞ്ഞിട്ട് അവിടെ വെച്ച് ചോദിച്ചിട്ടുള്ളത്, എനിക്കൊരു മൗഇദത്ത് നൽകണം, എന്നെ സ്പർശിക്കുന്ന, മനസ്സിൽ തട്ടുന്ന ഒരു ഉപദേശം തരാനാണ്. ഹസനുൽ ബസ്രി റഹിമഹുല്ല മത്താഫിൽ അദ്ദേഹത്തിന്റെ കൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മത്താഫിൽ വെച്ചിട്ട് ഒരു ഉപദേശം കൊടുത്തു. ആ ഉപദേശം കൊടുത്ത വചനമാണ് നമ്മൾക്ക് ഇവിടെ
അല്ലാമത്തു സഅദി ഇതിന്റെ വ്യാഖ്യാനമായി തന്നത് അഫറഅയ്ത് ഇൻ മത്തഅനാഹും സിനീൻ ثم جاءهم ما كانوا يوعدون ما أغنى عنهم ما كانوا يمتعون. മനുഷ്യ, നീ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? ഇമ്മത്തഅനാഹും, അവർക്ക് നാം സുഖലോലുപതകൾ നൽകിയാൽ, അവർക്ക് നാം സുഖ സൗകര്യങ്ങൾ നൽകിയാൽ, സിനീൻ ഏതാനും വർഷങ്ങൾ, ഐ സിനീന ഖലാഇൽ കുറഞ്ഞ വർഷങ്ങൾ. എത്ര ഇവിടെ ഈ ഭൂലോകത്ത് ഭൂമുഖത്ത് മനുഷ്യായുസിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ എത്ര? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ആയുസ് നമുക്കറിയാം. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇല 70, 60 മുതൽ 70 വരെ വയസ്സാണ്. പൂർണ്ണമായ ഒരു ജീവിതകാലം കിട്ടിയാൽ തന്നെ ഒരു 60 to 70 വർഷമാണ് കിട്ടുന്നത്. അത്രയല്ലേ ഉള്ളൂ. അതിലധികം ആരും ഇവിടെ ജീവിക്കാൻ പോകുന്നില്ല. ആ ഒരു ജീവിതത്തിൽ അവർക്ക് ഒരുപാട് സുഖ സൗകര്യങ്ങൾ അങ്ങോട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. ആ സുഖ സൗകര്യങ്ങളൊന്നും ഒരിക്കലും നിലനിൽക്കുന്നവയല്ല. അവക്കൊന്നും ശാശ്വതികത്വമില്ല. അവർക്ക് വരികയായി, ജാഅഹും അവർക്ക് വന്നു, മാ കാനൂ യുഅദൂൻ അവരോട് പറയപ്പെട്ടിട്ടുള്ള, അവരോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള അവരുടെ അനിവാര്യമായ അന്ത്യം അവർക്ക് വന്നു വരികയായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാ അഗ്ന അൻഹും മാ കാനൂ യുമത്തഊൻ, മാ അഗ്ന അൻഹും അവർക്ക് ഒരു ഉപകാരവും വരുത്തില്ല. മാ കാനൂ യുമത്തഊൻ അവർക്ക് നൽകിയിട്ടുള്ള സുഖ സൗകര്യങ്ങൾ, അത് അളവറ്റ സമ്പത്താവാം, അല്ലെങ്കിൽ എന്തിനും മതിയായ മക്കളാകാം, അല്ലെങ്കിൽ വലിയ പേരും പെരുമയുമാകാം, അല്ലെങ്കിൽ വലിയ അധികാരങ്ങളാകാം. ഖലീഫന്റെ കൂടെ, ഖലീഫയുടെ പരിവാരത്തിൽ, ഖലീഫയുടെ സ്വകാര്യ സൂക്ഷിപ്പുകാരനായി അധികാരം നുണഞ്ഞു നടക്കുന്ന ആ ഘട്ടത്തിൽ, ആ പേരിൽ, ആ പ്രശസ്തിയിൽ, ആ അധികാരത്തിൽ മൈമൂൻ ഇബ്നു മിഹ്റാന് ഹസനുൽ ബസരി കൊടുക്കുന്ന ഉപദേശമാണിത്. എന്താ ഉപദേശം കൊടുക്കുന്നത്? ഇവിടെ നിങ്ങൾക്ക് എന്ത് തരം സുഖ സൗകര്യങ്ങൾ കിട്ടിയാലും, ആഡംബരത്തിന്റെ അവസാന വാക്ക് നിങ്ങളായാലും അതിന് പരിധിയുണ്ട്. നിങ്ങൾക്കത് കിട്ടാൻ പോകുന്നത് മത്തഅനാഹും സിനീൻ ഐ സിനീന ഖലാഇൽ, തുച്ഛമായ വർഷങ്ങൾ മാത്രമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങളോട് പറഞ്ഞിട്ടുള്ള അനിവാര്യമായ ആ മരണം നിങ്ങൾക്ക് വന്നാൽ, ഈ ദുനിയാവിൽ കിട്ടിയിട്ടുള്ള ആഡംബരത്തിന്റെ അവസാന വാക്ക് എന്ന് പറയുന്ന സുഖ സൗകര്യങ്ങളൊന്നുമേ ഒരു ഉപകാരവും നിങ്ങൾക്ക് വരുത്തില്ല. പക്ഷേ ആ കാലയളവില് അതങ്ങ് കേട്ടു. അത് വല്ലാതെ അദ്ദേഹത്തിന്റെ അന്തരംഗത്ത് പ്രവർത്തിച്ചു എന്ന് തോന്നുന്നില്ല. അത് കേട്ടങ്ങ് പോയി. അദ്ദേഹം തിരക്കിലാണ്, ഖലീഫന്റെ കൂടെയാണ്. പിന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല മരിച്ചു. മൈമൂൻ ഇബ്നു മിഹ്റാൻ അദ്ദേഹം അധികാരത്തിൽ നിന്ന് പോയി. അദ്ദേഹത്തിന് ഒരുപാട് വയസ്സായി. വയോധികനായി നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹത്തിന്റെ മകനോട് പറയാണ്, ഒരു വഴി വരെ എനിക്കൊന്ന് പോകണം, നീ ഒന്ന് എന്നൊരു വഴി വരെ എത്താൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് കൈപിടിച്ച് നടക്കാൻ. ഒരു പരസഹായമില്ലാതെ അദ്ദേഹത്തിന് നടന്നു പോകാൻ പ്രയാസമുള്ള അത്രയും വയോധികനായിട്ടുണ്ട്. പ്രായം തികഞ്ഞ സമയത്ത് മകനെ കൂട്ടിയിട്ട് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹത്തിന്റെ മകനാണ് പിന്നീട് ചരിത്രം ഉദ്ധരിക്കുന്നത്. വാപ്പാന്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ മറർന ബിബഅദി സിക്കക്കിൽ ബസ്റ, ബസ്റ പട്ടണത്തിലെ ഊടുവഴിയിലൂടെ ഞാനും വാപ്പ എങ്ങനെ നടന്നു പോയി. അങ്ങനെ കുറച്ചങ്ങ് എത്തിയപ്പോൾ ഞങ്ങളൊരു ജദ്വൽ, ചെറിയൊരു അരുവിയുടെ മുന്നിൽ വന്നു. ഫലം യസ്തതിഉ ശൈഖു അൻ യതഖത്ത, വയോധികനായ മൈമൂൻ ഇബ്നു മിഹ്റാൻ അദ്ദേഹത്തിന് ആ അരുവി അങ്ങോട്ട് മുറിച്ചടക്കാൻ പറ്റുന്നില്ല. ഫൽതജഅതു ലഹു, ഉപ്പാക്ക് അപ്പുറം ആ അരുവി ഒന്നങ്ങ് മുറിച്ചു കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരുവിയിൽ ഇങ്ങനെ വിലങ്ങനെ കടന്നു കൊടുത്തു. ഫമറ അലാ ളഹരി, പാപ്പ എന്റെ മുതുകിൽ ചവിട്ടിയിട്ടാണ്
മെല്ലെ അങ്ങോട്ട് അപ്പുറത്തേക്ക് കടന്നത്. അങ്ങനെ അരുവി കഴിഞ്ഞിട്ട് വീണ്ടും വാപ്പാന്റെ കയ്യും പിടിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോയി അവസാനം എത്തിയത് ഒരു ചെറിയ വീട്ടിലാണ്. ഒരു ചെറിയൊരു കുടില്, വലുതൊന്നുമല്ല, ചെറിയൊരു കുടിലാണ്. ആ കുടിലിന്റെ മുന്നിലെത്തിയിട്ട് വാതിൽ മുട്ടി. ഫതറഖ്തു ലഹു, വാപ്പ പറഞ്ഞതനുസരിച്ച് വാപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ വാതിൽ മുട്ടിക്കൊടുത്തു. അങ്ങനെ വാതിൽ മുട്ടിയപ്പോ വാതിലിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം ചോദിച്ചു, ആരാണ് ഈ പുറത്തുനിന്ന് വാതിൽ മുട്ടുന്നത്? അപ്പൊ മൈമൂൻ ബിൻ മിഹ്റാൻ വീട്ടിനകത്ത് നിന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, ഹാദാ മൈമൂൻ ബിൻ മിഹ്റാൻ കാതിബ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അറാദ ലിഖാ അൽ ഹസൻ. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാത്തിബായിരുന്ന, സ്വകാര്യ സൂക്ഷിപ്പുകാരനായിരുന്ന മൈമൂൻ ബിൻ മിഹ്റാനാണ് ഇവിടെ വന്നിട്ടുള്ളത്, പുറത്തു നിൽക്കുന്നത്. അറാദ ലിഖാ അൽ ഹസൻ, ഹസനെ ഒന്ന് കാണണം, അതിനു വേണ്ടി വന്നതാണ്. അത് പറഞ്ഞപ്പോ ആരാണ് എന്ന് ചോദിച്ച ആ വ്യക്തി മൈമൂൻ ബിൻ മിഹ്റാനോട് പറയുന്ന ഒരു വാക്കുണ്ട്, യാ ഷഖി മാ ബഖാഉക ഇലാ ഹാദാ الزمان السوء ഐ അമ്മറത് ബിക الدنيا. യാ ഷഖി, നിർഭാഗ്യവാനായ മനുഷ്യ, മാ ബഖാഉക ഇലാ ഹാദാ الزمان السوء, കാലം ഇത്രയും ദുഷിച്ച ഈ ഘട്ടം വരെ താങ്കൾ അവശേഷിക്കാനുണ്ടായ കാര്യം എന്താണ്? താങ്കളെ പ്രായത്തിലുള്ളവരൊക്കെ മരിച്ചല്ലോ. ഉമർ ബിൻ അബ്ദുൽ അസീസ് മരിച്ചു, മൈമൂനിന്റെ കൂടെ ഉണ്ടായിരുന്ന പരിവാരത്തിൽ നടന്നിരുന്ന ആളുകളൊക്കെ മരിച്ചു. അവരൊക്കെ മരിച്ചിട്ടും മൈമൂൻ മാത്രമേ ഇവിടെ ബാക്കി നിൽക്കുന്നു. ഇങ്ങനെ മോശമായ ഈ കാലത്ത് ഇത്രത്തോളം ദീർഘമായ ആയുസ് നിങ്ങൾക്ക് കിട്ടാനുണ്ടായ കാരണം എന്താണ്? എന്തേ നിങ്ങൾക്ക് പറ്റിയത് എന്ന് പറഞ്ഞിട്ട്, യാ ഷഖി, ഇതാരാണ്? അതാ വീട്ടിലെ പരിചാരകനാണ്, ആ വീട്ടിലെ ഹാദിമാണ് ഈ ചോദിക്കുന്നത്. ഈ വർത്തമാനം കേട്ടുകൊണ്ട് ആരൊരാൾ വാതിൽ മുട്ടുന്ന സന്ദർഭത്തിൽ ആരാ എന്ന് വീട്ടിലുള്ള പരിചാരകൻ ചോദിക്കുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരം അത് മൈമൂൻ ബിൻ മിഹ്റാനാണ്. പണ്ട് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ പരിവാരത്തിലുണ്ടായിരുന്ന കാത്തിബ് സിറായി നടന്നിരുന്ന മൈമൂൻ ബിൻ മിഹ്റാനാണ്, ഞാൻ ഹസനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ആ മറുപടി കേൾക്കുമ്പോഴാണ് മാ ബഖാഉക ഇലാ ഹാദാ الزمان السوء എന്നുള്ള മറുപടി ഈ പരിചാരകൻ കൊടുക്കുന്നത്. എന്നിട്ട് വാതിൽ തുറന്നു കൊടുത്തു. ആ വാതിൽ തുറന്നു കൊടുക്കുമ്പോ നേരെ അദ്ദേഹത്തെ സ്വീകരിച്ചത് പരിചാരകനല്ല, ഹസനുൽ ബസ്രിയാണ്. ഭുവനപ്രഥിതനായ, ലോകപ്രശസ്തനായ താബിഈ വര്യൻ, മഹാനായ ത്യാഗി വര്യൻ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ, അദ്ദേഹം മൈമൂൻ ബിൻ മിഹ്റാൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. സലാം പറഞ്ഞു, എന്നിട്ട് പരസ്പരം ആലിംഗനം ചെയ്തു. അങ്ങനെ രണ്ടാളുകൾ തമ്മിൽ കാണുമ്പോൾ, പ്രത്യേകിച്ച് സ്വാലിഹീങ്ങളായ ആളുകൾ തമ്മിൽ കാണുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന ആ വൈകാരിക നിമിഷങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ വയസ്സുകാലത്ത്, ഇത്രയും വയോധികനായ ഈ താങ്കൾ ഈ വയസ്സുകാലത്ത് ഇതുവരെ വീട് വരെ ഇങ്ങോട്ട് നടന്നു വരാനുള്ള കാര്യം എന്താണ് എന്ന് ഹസനുൽ ബസ്രി തിരക്കാണ്. അപ്പോ മൈമൂൻ ബിൻ മിഹ്റാൻ കൊടുക്കുന്ന മറുപടി, ഇന്നി ആനസ്തു ഫീ നഫ്സി ഗില്ലതൻ ഫസ്തകിൻ ലീ മിൻ. ഇന്നി ആനസ്തു ഫീ നഫ്സി ഗില്ല, എന്റെ മനസ്സിൽ ഒരു കാർക്കശ്യം, ഒരു കാഠിന്യം, ഒരു പാരുഷ്യം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഫസ്തകിൻ ലീ മിൻ, ഹൃദയം കടുത്തുറച്ചു പോയ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്റെ ഹൃദയത്തെ ഒന്ന് നിർമ്മലമാക്കാൻ വേണ്ട ഉപദേശം തരണം. എന്റെ ഹൃദയത്തെ ഒന്ന് ലോലമാക്കി തീർക്കാൻ ആവശ്യമായ ഉപദേശം തരണം. ഇതാണ് അദ്ദേഹം ഹസനുൽ ബസ്രിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുന്നത്. അതിനാണ് മകന്റെ കയ്യും പിടിച്ച് ദീർഘമായി ആ ഊടുവഴികൾ താണ്ടി, അരുവികൾ താണ്ടി,
മകന്റെ കയ്യും പിടിച്ച് സ്വന്തമായി നടക്കാൻ കഴിയാതെ പരസഹായമില്ലാതെ എങ്ങോട്ടും നീങ്ങാൻ കഴിയാത്ത മൈമൂൻ ബിൻ മെഹ്റാൻ വരുന്നത് അതിനു വേണ്ടിയാണ്. കാരണം ഹൃദയം കടുത്തുറച്ചു പോകുക എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ്, വല്ലാത്തൊരവസ്ഥയാണ്. ഇന്ന മിൻ അഖ്സൽ ഉഖൂബാത്തിൽ ഇലാഹിയ്യത്തി ദുന്യവിയ്യ ഖസ്വത്തുൽ ഖൽബ്. അല്ലാഹു ദുനിയാവിൽ വെച്ച് നൽകുന്ന ശിക്ഷകളിൽ ഏറ്റവും കഠിനതരമായ ശിക്ഷ അത് ഹൃദയത്തിന് നൽകുന്ന പാരുഷ്യമാണ്. ഖാസിൽ ഖൽബ് അബ്അദ് മിനല്ലാഹ്. ഹൃദയം കടുത്തുറച്ചു പോയ മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് ദൂരെ അകലെയായിരിക്കും. അബ്അദു മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അകലെയായിരിക്കും. അബ്അദു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നും അകലെയായിരിക്കും. ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. ഹൃദയം കടുത്തുറച്ചു പോയിട്ടുള്ള ആളുകൾ അള്ളാഹുവിനെ ഓർമ്മിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ചെയ്യാൻ, അനുസ്മരിക്കാൻ അവർക്ക് സമയമില്ല. അങ്ങനെ അള്ളാഹിനെ കുറിച്ച് ദിക്ർ ചെയ്യാൻ കഴിയാതെ കടുത്തുറച്ചു പോയിട്ടുള്ള ഹൃദയങ്ങൾ അവർക്കാണ് ഏറ്റവും വലിയ നാശം. അതുകൊണ്ട് തന്നെ ആ ഹൃദയത്തിന്റെ പാരുഷ്യം ഒന്ന് അവസാനിപ്പിച്ച് അതിന് നൈർമല്യവും അതിന് ലോല സ്വഭാവവും ആർദ്രതയും കൈവരിക്കണം. അതിന് വേണ്ട ഒരു ഉപദേശത്തിനാ വന്നത്. ഹസനുൽ ബസരി ഉടനെ തന്നെ അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തു. അന്ന് അധികാരത്തിലിരിക്കുമ്പോ ഇന്ന് അദ്ദേഹത്തിന് അധികാരമില്ല. അന്ന് അദ്ദേഹത്തിന് പേരുണ്ട്, ഇന്ന് അദ്ദേഹത്തിന് പേരില്ല. അന്ന് അദ്ദേഹത്തിന് വലിയ സ്വത്തും അതുപോലെ തന്നെ പ്രൗഢിയും ആഡംബരമായ ഒരു ജീവിത ഒരു അവസ്ഥ ഉണ്ട്. ഇന്ന് അതൊന്നുമില്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നല്ല, പിന്നല്ല അദ്ദേഹത്തിന്റെ പരിചാരകരിൽപ്പെട്ട ആളുകൾ. ആരോഗ്യമില്ല, ഒന്നുമില്ല. ദുനിയാവ് അവസാനിക്കാൻ പോവുകയാണ്. ആ സമയത്ത് തിരിച്ച് വീണ്ടും പറഞ്ഞു കൊടുക്കുന്നു, അഫറഅയ്ത ഇൻ മത്തഅനാഹും സിനീൻ ثم جاءهم ما كانوا يوعدون ما أغنى عنهم ما كانوا يمتعون. മൈമൂൻ ബിൻ മെഹ്റാന് ആയത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല. കാരണം അയാളുടെ ജീവിതത്തിൽ അയാൾ അത് അനുഭവിക്കുകയാണ് ചെയ്യണത്. അള്ളാഹു എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്ക് നൽകി. ഈ ദുനിയാവിൽ സിനീൻ ഏതാനും വർഷം ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കൂടെ ചക്രവർത്തിയായ മഹാനായ ഖലീഫയായ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കൂടെയാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ പേരുമുണ്ട്, എല്ലാ അധികാരമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, എല്ലാ പരിവാരങ്ങളുമുണ്ട്. പക്ഷെ ഈ സുഖ സൗകര്യങ്ങളെല്ലാം കൊടുക്കുന്നത് സിനീൻ ഐ സിനീന ഖലാഇൽ ഐ സിനീന മഅദൂദ, എണ്ണപ്പെട്ട വർഷം. അത് എത്ര പെട്ടെന്നാണ് അത് പോയത്. പിന്നെ അവർക്ക് പറഞ്ഞു വെച്ച കാര്യം വരികയായി, അനിവാര്യമായ അന്ത്യം അവർക്ക് വരികയായി. അത് കാത്തിരിക്കുകയാണ് അദ്ദേഹം. ഇന്നോ നാളെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അതിന് ആ വിളി കാത്തിരിക്കുകയാണ് മൈമൂൻ ബിൻ മെഹ്റാൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നൽകിയിട്ടുള്ള ഒരു സുഖ സൗകര്യവും ആഡംബരത്തിന്റെ ഒരു കാര്യവും അവർക്കൊരു ഉപകാരം ചെയ്യൂല. ഈ വാക്ക്, ഈ 3 ചെറിയ വചനങ്ങൾ കേട്ടത് പരമാർത്ഥം മൈമൂൻ ബിൻ മെഹ്റാൻ അവിടെ വീണ് പോയി, മോഹാലസ്യപ്പെട്ടു. കുറെ സമയം അവിടെ കടന്നു. ഫലമ്മ അഫാഖ്, അങ്ങനെ അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റിട്ട് മകന്റെ കയ്യും പിടിച്ചിട്ട് തിരിച്ചു പോരുകയാണ്. ഹസനുൽ ബസരിയോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുന്ന സന്ദർഭത്തിൽ മകൻ വാപ്പാനോട് ചോദിച്ചു, യാ അബത്തി അഹാദാ ഹുവൽ ഹസൻ, അല്ല ഉപ്പ, ഇദ്ദേഹമാണോ ഹസനുൽ ബസരി? ഹസനുൽ ബസരി എന്ന് പറയുന്ന ആ ലോക പ്രശസ്തനായ മഹാനായ താബിഈ വര്യനും യോഗ്യവര്യനുമായിട്ടുള്ള ആൾ ഇദ്ദേഹമാണോ? ഇത് കേട്ടപ്പോ വാപ്പാക്ക് അങ്ങ് കേറി. അദ്ദേഹം ഫവഖസ അലാ സുദരി വഖസതൻ, എന്റെ മാറിന് നോക്കി, നെഞ്ഞത്ത് നോക്കിയിട്ട് വാപ്പാക്ക് കയ്യും പോലെ ഒരു അടിയണ്ട് തന്നു. എന്നിട്ട് പറഞ്ഞു, യാ ബുനൈ, എന്റെ പൊന്നാര മകനെ, ഞാൻ വഖദ് കുന്തു അഹ്സിബു അക്ബറ മിൻ ഹാദാ, ഇപ്പൊ ഞാൻ കരുതിയത് ഇതിനേക്കാളൊക്കെ വലിയൊരു ആളാന്നാണ്. ഇതൊരു കുടിലില് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. ഞാൻ കരുതി ഹസൻ ബസ്രി എന്ന് കേട്ട ഒരു വലിയ എന്തോ സംഭവം കരുതി. വന്നു നോക്കുമ്പോ ഒരു കുടിലില് സാധാരണ മനുഷ്യൻ. അത് പറഞ്ഞപ്പോഴാണ് നഞ്ഞത്തൊരു അടി കൊടുത്ത്. എന്നിട്ട് പറഞ്ഞു, മകനെ, ലഖദ് തല അലൈന ആയ, അദ്ദേഹം നമുക്ക് അള്ളാന്റെ കിതാബിൽ നിന്നുള്ള ആയത്ത് വായിച്ച് കേൾപ്പിച്ചു തന്നു. ലൗ ഫഹിംതഹാ ബിഖൽബിക്,
ആ വചനങ്ങൾ നീ ഹൃദയം കൊണ്ട് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ലഅൽഫൈത ലഹാ മിൻഹു കുലൂമ വലഅൽഫൈത ലഹാ മിൻഹു ജിറാഹ. നിന്റെ ഹൃദയം അതിങ്ങനെ മുറിപ്പെട്ടിട്ട് അതിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിക്കുന്നത് നിനക്ക് കാണാൻ പറ്റുമായിരുന്നു. അത് മുറിപ്പെട്ടിട്ട് ആ മുറിവുകൾ ഇങ്ങനെ നീറിക്കൊണ്ടിരിക്കുമായിരുന്നു. നിനക്ക് ആയത്ത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ്. ഞാൻ ആയത്ത് ജീവിച്ചതാണ്, ആ ആയത്ത് കൊണ്ട് ജീവിച്ചവനാണ്. ദുനിയാവില് എല്ലാ തരത്തിലുള്ള മുത്തഴത്തും അള്ളാഹു നൽകി. സുഖസൗകര്യങ്ങളും ആഡംബരത്തിന്റെ എല്ലാ ഉപാധികളും എനിക്ക് നൽകി. പക്ഷേ എത്ര കാലം നിന്നു? സിനീന ഖലാഇൽ സിനീന മഅദൂദ, എണ്ണപ്പെട്ട വർഷങ്ങൾ, കുറഞ്ഞ കാലം. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകല്ലേ. ആ സ്വത്തും ആ അധികാരവും ആ സ്വാധീനവും ആ പേരും ആ ആരോഗ്യവും ആ പരിവാരവും അതൊന്നും ഒരു ഉപകാരം ചെയ്യൂലല്ലോ എന്ന് പറഞ്ഞാ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിനെ തഅറഫ് ഫിർ റഖാ യഅരിഫ്ക ഫിശ്ശിദ്ദ. അള്ളാഹുവിനെ നീ അറിയണം. ബുദ്ധിമുട്ടില്ലാത്ത, കാമമില്ലാത്ത, പ്രയാസമില്ലാത്ത, സുഖത്തിന്റെയും ക്ഷേമത്തിന്റെയും കാലത്ത് നീ അള്ളാഹനെ അറിഞ്ഞാൽ, അവനിലേക്ക് നീ തിരിഞ്ഞാൽ, അവനോട് നീ ചോദിച്ചാൽ, അവന് മാത്രം ഇബാദത്ത് ചെയ്താൽ, നന്ദികേട് കാണിക്കാതെ പോയാൽ, യഅരിഫുക ഫിശ്ശിദ്ദ, ബുദ്ധിമുട്ടിന്റെ, പ്രയാസത്തിന്റെ, പ്രതിസന്ധിയുടെ നാളുകളിൽ അള്ളാഹു നിന്നെ ഇങ്ങോട്ട് അറിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ള കൊടുത്തിട്ടുള്ള ദീർഘമായ ഒരു ഉപദേശത്തിന്റെ ഭാഗമാണത്. എന്ന മനുഷ്യൻ നേരെ തിരിച്ച, ബുദ്ധിമുട്ടിന്റെ നേരം വന്നാൽ അവൻ അള്ളാഹനെ അറിയും, അള്ളാഹിനോട് മാത്രമായിട്ട് ചോദിക്കും. എന്നാൽ അവന് ക്ഷേമത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പിന്നെ സമയം വന്നാൽ, ഘട്ടം വന്നാൽ, പിന്നെ അവന് അള്ളാഹനെ മറക്കും. പിന്നെ ഔലിയാക്കന്മാരായി, പിന്നെന്തായി ശിപാർശക്കാരായി, പിന്നെന്തായി മധ്യസ്ഥന്മാരായി, പിന്നെന്തായി ഇടയാളന്മാരായി, അള്ളാഹനെ വിട്ടു. പിന്നെ ജിന്ന് വരെ ഓല പിന്നാലെ പോകും. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. മറിച്ചാണ് വേണ്ടത്. ബുദ്ധിമുട്ടിന്റെ കാലത്ത് അള്ളാഹ് നമ്മൾ അറിയണമെങ്കിൽ ആരോഗ്യവും അതുപോലെ തന്നെ ഐശ്വര്യവും അതുപോലെ ക്ഷേമവും അതുപോലെ തന്നെ സൗകര്യങ്ങളും ഒക്കെ ഉള്ള സമയത്ത് അള്ളാഹനെ അറിയണം. അവിടെ അള്ളാഹ് അല്ലാത്തവരോട് അവരുടെ പിന്നാലെ പോകരുത്. പിന്നെ ഇതെല്ലാം വളരെ ചെറിയൊരു കാലയളവ് മാത്രമേ ഉള്ളൂ. എത്ര കിട്ടിയാലും ദുനിയാവിന്റെ കാലത്തിനുള്ളിലല്ലേ കിട്ടുന്നത്. അതിനെത്രയാണ് ദൈർഘ്യം. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഈ ആയത്ത് അവസാനിപ്പിക്കുകയാണ്. ഞാൻ അതിന്റെ തഫ്സീർ ഒന്നും കൂടെ വായിച്ചിട്ട്, ഒറ്റ വായന നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ കിട്ടണം. യുഖ്ബിറു തആല അൻ കറമിഹി ബി അബ്ദിഹി വ ഇഹ്സാനി വ ബിർരി. അള്ളാഹ് തന്റെ അബ്ദിന് ചെയ്തു കൊടുക്കുന്ന കറമ്, ഔദാര്യങ്ങൾ, നന്മകൾ, ഐശ്വര്യങ്ങൾ, അതിനെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. വഖില്ലത്ത് ശുക്രി അബ്ദി, ഇതൊക്കെ ചെയ്തു കൊടുത്താലും തന്റെ അടിമ എത്ര കുറച്ച് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ എന്നുള്ളതും പറയുന്നു. വന്നഹു ഹീന യമുസ്സുഹു ളുർ, മനുഷ്യന് ളുർ ബാധിച്ചാൽ, രോഗമാകട്ടെ, അതല്ലെങ്കിൽ ദാരിദ്ര്യമാകട്ടെ, അല്ലെങ്കിൽ കടലിലോ മറ്റോ നടക്കുന്ന ഏതെങ്കിലും വിഷമസന്ധികളിൽ അകപ്പെടലാകട്ടെ, ഇങ്ങനെ എന്തെങ്കിലും ളുർ ബാധിച്ചാൽ അവൻ എന്ത് ചെയ്യും? അന്നഹു യഅലമു അന്നഹു ലാ യുൻജിഹി ഫി ഹാദിഹിൽ ഹാൽ ഇല്ലല്ലാഹ്, ഈ ഘട്ടത്തിൽ എന്നെ അല്ലാഹ് അല്ലാതെ വേറെ ആരും രക്ഷിക്കൂല എന്നവൻ അറിയും. എന്നിട്ട് ഫയദുഉഹു മുതളർരിഅൻ മുനീബ, നുറുങ്ങിയ മനസ്സുമായി അള്ളാഹുവിലേക്ക് മടങ്ങുന്നവനായി അള്ളാഹിനോട് ദുആ ചെയ്യും. വയസ്തഗീസു ബിഹി ഫീ കശ്ഫി മാ നസല ബിഹി വയുലിഹു ഫീ ദാലിക്, തനിക്ക് വന്നുപെട്ടിട്ടുള്ളതായ ആപത്ത് അത് നീങ്ങിക്കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യും. അതിനുവേണ്ടി അലട്ടി ചോദിച്ചു കൊണ്ടിരിക്കും. സുമ്മ ഇദാ ഖവ്വലഹു അല്ലാഹു നിഅമതൻ മിൻ, പിന്നീട് അള്ളാഹു അവന്റെ അടുക്കൽ നിന്നുള്ള നിഅമത്ത് ഇദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ, ബിഅൻ കശഫ മാ ബിഹി മിനൽ ളുർരി വൽ ഖുർബ, അദ്ദേഹത്തിനെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകളും വിഷമസന്ധികളും അത് അള്ളാഹ് നീക്കം ചെയ്തുകൊണ്ട് അവന് നിഅമത്ത് ചെയ്തു കൊടുത്താൽ, നസിയ മാ കാന യദ്ഉ ഇലൈഹി മിൻ ഖബൽ, അവൻ ഏതൊരു ളുറിന്റെ പേരിലാണോ നേരത്തെ അള്ളാഹിനോട് ചോദിച്ചിരുന്നത് ആ കാര്യം അവൻ മറന്നു പോവുകയായി. ഐ നസിയ ദാലിക ളുർ, ആ ളുർ അവൻ മറക്കും. തന്നെ ബാധിച്ച ആ ബുദ്ധിമുട്ട്,
അല്ലദീ ദഅ അല്ലാഹ ലിഅജലി, ആ ബുദ്ധിമുട്ട് കാരണത്താലാണ് അവൻ അള്ളാഹുവിനെ മാത്രമായി ദുആ ചെയ്തുകൊണ്ടിരുന്നത്. അതെന്ന് മറന്നിട്ട് വമറ കഅന്നഹു മാ അസാബഹു ദുർ, എനിക്ക് അങ്ങനെ ദുർറും ബാധിച്ചിട്ട് ഏത് ദുർ എപ്പോ എവിടുന്ന് എന്ന് ചോദിക്കും മനുഷ്യൻ. വസ്തമറ അലാ ശിർക്കിഹി, അവൻ അവന്റെ ശിർക്കിൽ തുടരുകയും ചെയ്യും. വജഅല ലില്ലാഹി അൻദാദൻ ലിയുളില്ല അൻ സബീലി, അള്ളാഹുവിന് അവൻ സമന്മാരെ നിശ്ചയിക്കും, മറ്റുള്ള ആളുകളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്നതിന് വേണ്ടി. മറ്റുള്ള ആളുകളെ വഴിതെറ്റിക്കുക എന്ന് പറഞ്ഞാൽ ലിയളില്ല ബിനഫ്സിഹി, ആദ്യം അവൻ സ്വയം വഴിതെറ്റണം. വയുളില്ല ഗൈറഹു, പിന്നെ ബാക്കിയുള്ള ആളുകളെ പിഴപ്പിക്കുകയും ചെയ്യണം. കാരണം ഇദ്ലാൽ, മറ്റുള്ളവരെ പിഴപ്പിക്കുക എന്നത് ഫർഉൻ അനിൽ ളലാൽ, സ്വയം പിഴക്കുക എന്നതിന്റെ ഒരു ശാഖയാണ്. അതിൽ നിന്ന് പിന്നീട് ഉണ്ടായിത്തീരുന്ന ഒരു കാര്യമാണ്. ഔതിയ ബിൽ മൽസൂം, അനിവാര്യമായി ഉണ്ടായിത്തീരുന്ന കാര്യമാണ് ഇവിടെ കൊണ്ടുവരപ്പെട്ടത്. ലിയദുല്ല അലൽ ലാസിം, അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടതായ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് അവൻ സ്വയം പിഴപ്പിക്കുന്നു എന്നത് ഇവിടെ സൂചിപ്പിക്കണം. അതിനുവേണ്ടി സ്വയം പിഴപ്പിച്ചതിന് ശേഷം അതിന് ഫലമായി അവൻ മറ്റുള്ളവരെ പിഴപ്പിക്കുന്ന കാര്യം അതും കൂടി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഖുൽ, എന്നാൽ നബിയോട് പറയാൻ പറയുന്നു. ആരോടാ പറയേണ്ടത്? ലിഹാദൽ ആയത്തി, ഈ വലിയ മുഴുത്ത ധിക്കാരിയോട് പറയുക. അല്ലദീ ബദ്ദല നിഅമത്തല്ലാഹി കുഫ്ര, അള്ളാഹുവിന്റെ നിഅമത്തിനെ കുഫ്രാക്കിയ, നന്ദികേടാക്കി മാറ്റിയ ആ മനുഷ്യനോട് പറയണം. തമത്തഅ ബികുഫ്രിക ഖലീലൻ, നിന്റെ ഈ അവിശ്വാസവും നന്ദികേടുമില്ലേ, അത് നീ ഒന്ന് അനുഭവിച്ചോ കുറച്ചു കാലം ഈ ദുനിയാവില്. നീ എത്ര ചാടിയാലും ചാടുന്നത് ഏതുവരെ എന്നറിയാം. ഇന്നക മിന സ്വഹാബിന്നാർ, നീ നരകാവകാശികളിൽ പെട്ടവനാണ്. ഫലാ യുഗ്നീക മാ തതമത്തഉ ബിഹി, നീ ഇപ്പോൾ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളൊന്നും നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ പോകുന്നില്ല. ഇദാ കാനൽ മആലു അന്നാർ, മനുഷ്യന്റെ അഭയകേന്ദ്രം നരകമാണെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന സുഖസൗകര്യങ്ങൾ ഒരു ഉപകാരം ചെയ്യൂല. കാരണം ഇത് സുഖസൗകര്യങ്ങളല്ല, അത് വഞ്ചനാത്മകമായ ഒരു ചരക്കാണ്, നമ്മളെ കബളിപ്പിക്കാണ്, നമ്മളെ കണ്ണിൽ പൊടിയിട്ടാണ്. ഇത് ഇതാന്ന് പറയുമ്പത്തിന് കഴിഞ്ഞു തീർന്നിട്ടുണ്ടാകും, പൊളിഞ്ഞു പോയിട്ടുണ്ടാകും. അതുകൊണ്ട് അത്തരക്കാരോട് പറയാ, അഫറഅയ്ത ഇമ്മത്തഅനാഹും സിനീൻ ثم جاءهم ما كانوا يوعدون ما أغنى عنهم ما كانوا يمتعون. അവിടെ നിർത്താം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.